ഗായ്സ്, അപ്പോൾ ഇതുപോലത്തെ ഒരു ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കളർ പേപ്പറാണ് കേട്ടോ. നമുക്ക് A4 ഷീറ്റ് പേപ്പർ ആണെങ്കിലും ഏത് പേപ്പർ ആണെങ്കിലും മതി. ഇനി ആ പേപ്പറിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ ബാലൻസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു കറക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിനൊന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഫോൾഡിങ്സും നല്ല ഷാർപ്പണായിരിക്കണം കേട്ടോ. അതിനെ വീണ്ടും കുറച്ചുകൂടി ചെറുതാക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേ ഫോൾഡിങ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലത്തെ സ്റ്റെപ്സ് റിപ്പീറ്റ് അടിക്കാം. അപ്പോൾ വീണ്ടും കുറേ ഫോൾഡിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് ഓപ്പോസിറ്റ് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇനി നമ്മൾ ഗം വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക, ഞാൻ പറയണതിന് മനസ്സിലുണ്ടാവില്ല. ഇനി അതിന് ഡിസൈൻസ് കൊടുക്കാനായിട്ട് കവാ സ്റ്റിക്കേഴ്സും ഒക്കെ എടുത്ത് നല്ലോണം ഡിസൈൻസ് കൊടുക്കുക. ഇപ്പോൾ നല്ല ക്യൂട്ടി ആയിട്ടില്ലേ, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ